ഭർത്താവ് മന്ത്രിമന്ദിരത്തിൽ എത്തുന്നത് തന്നെ നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? എന്തിന് അദ്ദേഹം വന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് വിദേശത്ത് നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്നുള്ളതും ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് യാമിനി പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം തന്റെ ഭർത്താവിന്റെ മോറൽ സൈഡിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് യാമിനി പറഞ്ഞ ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടുകൂടി ആവണല്ലോ വിവാഹമെന്ന് വേർപെടുത്തേണ്ട പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീ എം വി ജയരാജൻ എത്ര പേർക്കെതിരെ കേസെടുക്കേണ്ടി വരും ഈ വിഷയത്തിൽ? മുഖ്യമന്ത്രിയിലേക്ക് മാത്രം എന്തിനു ചുരുക്കണം? ഈ വിഷയം ആഭ്യന്തരമന്ത്രിക്ക് അറിയാം. ഇത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷേ UDF നേതൃത്വത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാ മന്ത്രിമാർക്കും അറിയാം. T. ബാലകൃഷ്ണൻ അറിയാം, R. ബാലകൃഷ്ണപിള്ളയ്ക്ക് അറിയാം. എത്ര പേർക്കെതിരെ ഈ കാര്യത്തിൽ കേസെടുക്കേണ്ടി വരും? യഥാർത്ഥത്തിൽ UDF എന്ന് പറയുന്ന ഒരു മുങ്ങുന്ന കപ്പലാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവ പരമ്പരകളാകെ. UDF സർക്കാർ കൊള്ളരുതായ്മകളെ സംരക്ഷിക്കുന്ന ഒന്നാണ്. ആ മന്ത്രിസഭയിലെ അംഗങ്ങളിൽ ചിലരും അതോടൊപ്പം UDFന് നേതൃത്വം കൊടുക്കുന്നവരും എല്ലാം ഇന്ന് അകപ്പെട്ട അധാർമികതയുടെ, അരാഷ്ട്രീയതയുടെ, യഥാർത്ഥത്തിൽ വക്രബുദ്ധിയിലൂടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് ഭരണം എങ്ങനെയെങ്കിലും നിലനിർത്തുക. ശരി, ഭരണം എങ്ങനെയെങ്കിലും നിലനിർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ ചെയ്തത് എന്ന് ന്യായീകരിക്കാം. പക്ഷെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എതിർപക്ഷത്ത് നിന്ന് നിങ്ങൾക്കടക്കമുള്ളവർക്ക് എതിരെ ഉയരുന്ന ഒരു വാദഗതി എന്നത്, നിങ്ങൾക്കിപ്പോൾ ഭരണമില്ലല്ലോ, പക്ഷെ ധാരാളം ഇത്തരം കേസുകൾ നിങ്ങളുടെ പാർട്ടി വേദികളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അതൊന്നും കേസായില്ല ശ്രീ എം വി ജയരാജൻ? ഇത് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരു പദവിയിലിരിക്കുന്നയാള് ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് കൊള്ളരുതായ്മകളെയും സംരക്ഷിക്കുന്നത് പുറത്തു വരുമ്പോൾ ഇവിടെ യഥാർത്ഥത്തില് ചെയ്യുന്ന അപവാദ പ്രചരണങ്ങളില്ലേ? ഇന്ന് UDF സർക്കാർ അതിന് നേതൃത്വം കൊടുക്കുന്നവർ അകപ്പെട്ട അത്യഗാധമായ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, ഇതിലൂടെ രൂപപ്പെട്ട പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ മറച്ചു പിടിക്കാൻ വേണ്ടി മാത്രം പ്രതിപക്ഷത്തെ കുറ്റം പറയുക എന്ന ഒരു സമീപനം ശരിയാണ്. ഇന്ന് എല്ലാവരും സമ്മതിക്കുന്നു. UDFനോട് നേരത്തെ ആഭിമുഖ്യമുണ്ടായിരുന്നവർ പോലും സമ്മതിക്കുന്നു. ഇതുപോലൊരു നാറിയ ഭരണം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.